സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം രാഷ്ട്രീയക്കാർ കൂടിയാണെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണം. ക്യാപ്റ്റൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നത് സർക്കാരിന്റെ കഴിവുകൊണ്ടല്ല, വിവരാവകാശ കമ്മീഷൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നതുകൊണ്ടാണ്. ആരാണ് സിനിമയെ നിയന്ത്രിക്കുന്ന അധോലോക സംഘം? ആരാണ് ആ സംഘത്തിന്റെ സഹായം ചെയ്യുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. ഖണ്ഡികകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് കിട്ടിയത്? ഈ മേഖലയിൽ അധോലോക സംഘം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. എന്തുകൊണ്ടാണ് കേസെടുക്കാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയത്? എന്തുകൊണ്ടാണ് ഇത്രയും പരാമർശിക്കപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടത്? എന്താണ് സജി ചെറിയാന് ഇതിനകത്തുള്ള റോൾ? ആരെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുറം ലോകത്തിന്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. അതിനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടോ? റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തുവിടാത്തത് ആർക്കു വേണ്ടിയാണ്? കേരളത്തിലെ പൊതുസമൂഹം വേട്ടയാടപ്പെട്ടവരുടെ കൂടെയാണെന്നും അവർ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും ഇപ്പോഴും പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ആരെയാണ് പുറം ലോകത്തിന് മുൻപിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ.